നമസ്തേ, ഞാൻ സിന്ധു സതീശൻ. മാവുള്ള കൊമ്പിലേക്ക് മാത്രമേ കല്ലെറിയൂ. ഇത് ഒരു പ്രോവർബ് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഈ ലോകത്തിൽ തന്നെ നടക്കുന്ന ഒരു നഗ്നമായ സത്യമാണിത്. ഈ മാങ്ങയുള്ള കൊമ്പിലേക്ക് കല്ലെറിയുക എന്നുള്ളത്. ഞാനിത് പറയാൻ വേണ്ടി കാരണം, സുരേഷ് ഗോപി എന്ന കനിവിൻ്റെ വൃക്ഷം നമ്മുടെ കേരള സമൂഹത്തിൽ ഇങ്ങനെ തഴച്ചു വളരുകയാണ്. ആ മരത്തിൽ കരുണയുടെ, കനിവിൻ്റെ, ദയാവായ്പിൻ്റെയൊക്കെ കായ്ഫലങ്ങൾ ഇങ്ങനെ സമൃദ്ധമായിട്ട് കായ്ച്ചിരിക്കണം. ആ ഫലങ്ങളൊക്കെയും അർഹമായ കരങ്ങളിലേക്ക് കൃത്യമായിട്ട് അദ്ദേഹം വീതിച്ച് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു അക്ഷയപാത്രം പോലെ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ സഹായങ്ങൾ മറ്റ് അർഹമായവർക്ക്, പാവപ്പെട്ടവർക്ക്, ആശരണർക്കൊക്കെ ഈ ഒരു സഹായം എത്തുന്നത് ശരിക്കും അക്ഷയപാത്രത്തിലുള്ള അമൂല്യമായ നിധി പോലെ തന്നെയാണ്. സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ രാഷ്ട്രീയ അന്ധത ബാധിക്കാത്ത പൊതുസമൂഹം, മത തീവ്രവാദം തലയിൽ കയറ്റാത്ത പൊതുസമൂഹം സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യനെ അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരള സമൂഹത്തിൽ സുരേഷ് ഗോപിക്കുള്ള ജനപിന്തുണ വളരെയേറെയാണ്. ആ ഒരു പിന്തുണ ദിനംതോറും എത്രയൊക്കെ വിമർശനങ്ങൾ നേരിട്ടാലും, എന്തൊക്കെ അപവാദ പ്രചരണങ്ങൾ നിങ്ങൾ പ്രചരിപ്പിച്ചാലും അദ്ദേഹത്തിന്റെ ആ വളർച്ച അത് തഴച്ചു വളരുകയാണ്. നിങ്ങളുടെ അപവാദ പ്രചരണമാണ് ശരിക്കും അദ്ദേഹത്തിന് വളമായിട്ട് മാറുന്നത്. അദ്ദേഹം നിസ്വാർത്ഥനായ ഒരു കർമ്മയോഗിയാണെന്ന്, ഒരു മനുഷ്യ സ്നേഹിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹം നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്, നല്ലൊരു കരുണയുള്ളവനാണെന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകൾക്കും പൊതുസമൂഹത്തിനും നല്ല നിശ്ചയദാർഢ്യമാണ്. പറയുന്ന വാക്കുകളും വാഗ്ദാനങ്ങളും അത് അതേപടി നടത്തുകയും, വാഗ്ദാനങ്ങൾ മാത്രമല്ല, കാര്യക്ഷമതയുള്ള പൊതുപ്രവർത്തനത്തിനും പൊതുജനസേവനത്തിനും ഒരു ജനപ്രതിനിധി ആവേണ്ട ആവശ്യമില്ല എന്ന് തൻ്റെ കർമ്മങ്ങളിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് കാണിച്ചു തരുന്ന ഒരു വലിയ മഹത് വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി. അതിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇടുക്കി ഇടമലക്കുടിയിൽ കുടിവെള്ളമില്ലാതെ പൊറുതിമുട്ടിയ ഒരു ജനസമൂഹത്തിന് കുടിവെള്ളം എത്തിക്കാൻ പ്രയത്നിക്കുകയും ദീർഘനാളത്തെ ആ നാട്ടുകാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനും സുരേഷ് ഗോപി അഹോരാത്രം പ്രവർത്തിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു ജനപ്രതിനിധിയേക്കാൾ കൂടുതൽ അദ്ദേഹം പൊതുസമൂഹത്തിനും അവിടെ കഷ്ടപ്പെടുന്ന പൊതുജനങ്ങൾക്കും ഒരു കരുതലായിട്ട് വർത്തിക്കുകയാണ് സുരേഷ് ഗോപി. കടബാധ്യതയിൽ ഇടറുന്ന, അസുഖബാധിതയിൽ പതറുന്ന സാധാരണ ജനങ്ങളെ, വീടില്ലാത്തവരെ, തൊഴിലില്ലാത്തവരെ, നടക്കാൻ കഴിയാത്തവരെ, കാണാൻ കഴിയാത്തവരെ ഒക്കെ സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർത്തിട്ടേ ഉള്ളൂ. എപ്പോഴും അവർക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ സുരേഷ് ഗോപി എപ്പോഴും. ഇവർക്കൊക്കെ തന്നാൽ കഴിയുന്ന സഹായം എത്തിക്കുന്നത് സുരേഷ് ഗോപി ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചല്ല, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലുമല്ല. അദ്ദേഹത്തിൻ്റെ കർമ്മം, അദ്ദേഹത്തിൻ്റെ ധർമ്മം പാലിക്കുന്നു എന്ന് മാത്രം, നിർവഹിക്കുന്നു എന്ന് മാത്രം. ഈ രീതിയിൽ ഇത്ര നിഷ്കളങ്കമായി പൊതുസേവനത്തിന് തയ്യാറായ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾക്കറിയാം? ആരെങ്കിലും ഉണ്ടോ? പറ. ഭാവിയിലേക്ക് നല്ലത് ചെയ്യുന്ന, നന്മ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരെ തങ്ങളുടെ ഗൂഢലക്ഷ്യത്തിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന CPM രാഷ്ട്രീയ പാർട്ടിയുടെ അധമമായ നിലപാട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കുറേ വർഷങ്ങൾക്ക് മുന്നേ CPM എന്ന് രൂപീകരിച്ചോ അന്നു മുതലേ തുടങ്ങിയ ഒരു രാഷ്ട്രീയ ആശയമാണ് എതിരെ വരുന്നവനെ നശിപ്പിക്കുക അല്ലെങ്കിൽ തീർക്കുക എന്നുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകം ആദ്യമായിട്ട് നടന്നത് കണ്ണൂരാണ്. കണ്ണൂരിൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു സംഘപരിവാറുകാരനാണ് ആദ്യമായിട്ട് രാഷ്ട്രീയ കൊലയ്ക്ക് ഇരയായത്. അതിൻ്റെ പ്രധാന പ്രതി ആരാണെന്നും എല്ലാവർക്കും അറിയാം. അന്ന് തുടങ്ങിയതാണ് തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാട്. വാടിക്കൽ രാമകൃഷ്ണനെ മാത്രമല്ല, രാഷ്ട്രീയ പ്രതിയോഗിയായ TP ചന്ദ്രശേഖരനെയും 51 വെട്ടുവെട്ടിയാണ് CPM ഇല്ലായ്മ ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ പൊതുനിരത്തിൽ കല്ലെടുത്തെറിഞ്ഞ് കാറിന്റെ ചില്ല് പൊട്ടിച്ച് അദ്ദേഹത്തെ നെറ്റിയൊക്കെ മുറിച്ച് ആ ഒരു സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ്. എല്ലാ അടവും പറ്റി വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരെടുക്കുന്ന അവസാന ആയുധമാണ് സ്ത്രീ എന്നുള്ളത്. അതിന് ഉത്തമോദാഹരണമാണ് നമ്മുടെ ഉമ്മൻചാണ്ടിയെ സ്ത്രീ പീഡന ആരോപണത്തിൽ, അല്ലെ, വയോധികനായ ഉമ്മൻചാണ്ടിയെ
ഈ സ്ത്രീ പീഡന ആരോപണത്തിൽ വലിച്ചിഴക്കുകയും അദ്ദേഹത്തിന് ജീവനോട് ജീവച്ഛവമാക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM. അതുപോലെ തന്നെ PC ജോർജിനെ, എൽദോയെ, ഇപ്പോൾ റീസെൻ്റിലായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിയെ സ്ത്രീ പീഡന കേസിൽ പ്രതിയാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ പ്രശസ്തരായതുകൊണ്ട് നമുക്കറിയാം. ഇനി പ്രശസ്തി ഇല്ലാത്ത സാധാരണക്കാരായ എത്രയോ ആൾക്കാരെ ഇതുപോലെ കേസിലും സ്ത്രീ പീഡന കേസിലും ഇതുപോലുള്ള പല കേസുകളിലും ഈ രാഷ്ട്രീയ പാർട്ടി, ഈ CPM എന്ന രാഷ്ട്രീയ പാർട്ടി കുടുക്കിയിട്ടുണ്ടാവും. അല്ല, ഈ ഒരു സ്ത്രീ പീഡന കേസ് എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയെ മാത്രം അല്ലെങ്കിൽ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാനത്തിന് വില നൽകാത്ത സ്ത്രീകളുണ്ടെങ്കിൽ മാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിൽ വലിയ അതിശയോക്തി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മാനമില്ലാത്തവർക്ക് മാനത്തിന് എന്ത് വില, അല്ലെ? എന്തായാലും ഇത്തരം ക്രൂര കൃത്യങ്ങൾക്ക്, ഈ സ്ത്രീ എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ഒരു വ്യക്തിത്വത്തെ, നിഷ്കളങ്കരായ മനുഷ്യരെ അനാവശ്യമായിട്ട് ഈ രീതിയിൽ ആരോപണം ഉയർത്തി അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന സ്ത്രീകൾ, ഇത്തരത്തിലുള്ള സ്ത്രീകൾ ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും അപമാനമാണ്. ജനപിന്തുണയുള്ള വ്യക്തികളെ കള്ളക്കേസിൽ കുടുക്കി സ്ത്രീ വിഷയത്തിൽ പ്രതിചേർക്കുകയും മാധ്യമങ്ങളുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ തേജോവധം ചെയ്യുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ കാലാകാലങ്ങളെ കൈക്കൊണ്ട ഒരു തന്ത്രം മാത്രമാണിത്. ഇനി ലോക്സഭ തിരഞ്ഞെടുപ്പ് വരികയാണ്. തൃശ്ശൂരിൽ എന്തായാലും സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഉറപ്പുണ്ട്. ഈ തൃശ്ശൂരിലത്തെ ജനങ്ങൾ സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യനെ എത്രത്തോളം പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് BJP നേതാക്കൾക്കും BJP അണികൾക്കും അപ്പുറം CPM-കാർക്ക് നല്ല ബോധ്യമുണ്ട്. സുരേഷ് ഗോപി അവിടെ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരും പോലീസും ചില മാധ്യമ പ്രവർത്തകരും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ. കൂടാതെ ജനുവരിയിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ വെച്ചിട്ടാണ് കല്യാണം. നമുക്ക് എല്ലാവർക്കും അറിയാം, സുരേഷ് ഗോപിയുടെ ആദ്യത്തെ മകൾ ലക്ഷ്മി എന്ന കുഞ്ഞ് ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ് ഒരുപാട് കരയാറുണ്ട്. ഓരോ ഇന്റർവ്യൂകളിലും അദ്ദേഹം ലക്ഷ്മിയെ ഓർത്ത് കരയാറുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിന്റെ മറ്റൊരു മകളാണ് ഇപ്പോൾ കല്യാണത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ വെച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ പോയവർക്കറിയാം, കല്യാണത്തിനൊക്കെ പോയവർക്കറിയാം അവിടെയുള്ള തിരക്ക് എങ്ങനെയാണെന്ന്. ഓരോ സെക്കൻഡിൽ എത്രയോ വിവാഹങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ. അവിടെ പ്രത്യേകിച്ചിട്ട് ഒരു മുഹൂർത്ത സമയമൊന്നുമില്ല. താലി കെട്ടുന്നത് എപ്പോഴാണോ അപ്പോഴാണ് മുഹൂർത്തം. അപ്പോൾ ഈ ഒരു സമയത്ത് സുരേഷ് ഗോപി ഈ സ്ത്രീ പീഡന കേസിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാനോ, മകളെ സന്തോഷത്തോടെ, ആ ഒരേ ഒരു മകളെ ഉള്ളൂ നോക്കണം, ആ മകളെ സന്തോഷത്തോടെ മരുമകന് കൈപിടിച്ചു കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കാതെ വരും. ചിലപ്പോൾ പിണറായി വിജയനും ഇടതുപക്ഷവും ഇത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക, സുരേഷ് ഗോപിയെ മാക്സിമം വേദനിപ്പിക്കുക എന്നുള്ളത്. ഒരു കാര്യം സത്യമാണ്, സുരേഷ് ഗോപിക്ക് ആ രീതിയിൽ വിഷമിക്കേണ്ടി വന്നാൽ പിണറായി വിജയനും ഇതുപോലെ മകളുടെ പേരിൽ ഒരുപാട് നൊന്ത് കരഞ്ഞ് മരിക്കേണ്ടി വരും, ഉറപ്പാണ്. കാരണം പിണറായിക്ക് വീണ വിജയൻ എന്നതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപിയുടെ മകളും, അത് മറക്കരുത്. അല്ലെങ്കിൽ ഭരണഘടനയിൽ എഴുതപ്പെട്ട നിയമങ്ങൾക്കപ്പുറം മുകളിൽ ദൈവമുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട് എല്ലാവർക്കും. ആ ദൈവത്തിൻ്റെ വിധി എന്താണ്, എപ്പോഴാണ്, ആർക്കാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് കരയിപ്പിച്ചാൽ, ഒരുപാട് വേദനിപ്പിച്ചാൽ പിന്നീട് സ്വയം വേദനിക്കേണ്ടി വരും. അത് പ്രകൃതി നിയമമാണ്. രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് IPC 354 119A പോലുള്ള ഇതര വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത കേരള പോലീസിന്റെ നടപടി വളരെ അപലപനീയമാണ്. സർക്കാരും പോലീസും ഒന്നു ചേർന്ന് അനീതിക്ക് വേണ്ടി ജനങ്ങളുടെ മേൽ ആറാടിയാൽ ഒടുവിൽ ബംഗാളിലെയും ത്രിപുരയിലെ അവസ്ഥയായിരിക്കും കേരളത്തിലെ CPM-ന്. കാരണം ഒരുപാട് അങ്ങ് പൊറുതിമുട്ടിയാൽ ജനങ്ങളും തിരിച്ചു പ്രതികരിക്കും. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നമുക്ക് എത്ര നാളായിട്ട് അറിയാം, അല്ലെ? അദ്ദേഹത്തിന്റെ സിനിമ ജീവിതം തൊട്ട് ഈ നിമിഷം വരെയുള്ള സുരേഷ് ഗോപി നമുക്കറിയാം. അദ്ദേഹം എത്ര നല്ലവനാണെന്നും എത്ര നല്ല മനുഷ്യ സ്നേഹിയാണെന്നും മറ്റുള്ളവർക്ക് എത്രമാത്രം ഉപകാരപ്രദമാണെന്നും നമ്മുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയെ പോലെ തന്നെ നമുക്ക് സുരേഷ് ഗോപിയെ അറിയാം. അദ്ദേഹത്തിന് ഒരു സ്വഭാവ ഗുണം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിലും അദ്ദേഹം ഒരു ശുക്രനായി ഉദിച്ചുയരുന്നത്. അങ്ങനെയുള്ള ആ സുരേഷ് ഗോപിയെ ഒതുക്കാൻ വേണ്ടി CPM എന്ന രാഷ്ട്രീയ പാർട്ടി സർക്കാരിനെയും പോലീസിനെയും ഉപയോഗിച്ച് വ്യാജ കേസിൽ കുടുക്കി ഒതുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വൈദേശികാശയത്തിന്റെ ജീവവായു ശ്വസിക്കുന്ന CPM എന്ന പ്രാദേശിക പാർട്ടി വീണ്ടും താഴേക്ക് കൂപ്പുകുത്തുകയാണ്. CPM എന്ന തൊഴിലാളി പാർട്ടിയേക്കാൾ കൂടുതൽ മലയാളികൾക്ക് മനസ്സിലാക്കാനും മനസ്സിലായതും സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യനെയാണ്. നിങ്ങൾ എത്രയൊക്കെ അപവാദം പറഞ്ഞാലും അവർക്കൊക്കെ അറിയാം സുരേഷ് ഗോപി ആരാണ്, എന്താണ്, എങ്ങനെയാണെന്ന്. കാരണം അന്ന് നമ്മൾ കണ്ടതാണ്
നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് സുരേഷ് ഗോപി ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കാൻ എത്രയോ അമ്മമാരുണ്ടായിരുന്നു, സഹോദരിമാരുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. സുരേഷ് ഗോപി എന്നത് ഒരു വികാരമായി മാറിയിരിക്കുകയാണ് കേരള ജനതയ്ക്ക്. ആ അമ്മമാരും സഹോദരിമാരും കുഞ്ഞുങ്ങളും ശബ്ദമുയർത്തിയത് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് വേണ്ടിയാണ്, സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയ നേതാവിന് വേണ്ടിയാണ്, സുരേഷ് ഗോപി എന്ന സഹോദരന് വേണ്ടിയാണ്, സുരേഷ് ഗോപി എന്ന മകന് വേണ്ടിയാണ്. ഈ ശബ്ദമൊക്കെ തന്നെ വെറുതെ ആവില്ല. കള്ളക്കേസിൽ കുടുക്കിയും അതിന് കൂട്ടുനിൽക്കാൻ ഇടത് രാഷ്ട്രീയ പോലീസ് സംവിധാനവും ഒന്നിച്ചു വന്നാലും അതിനെ നേരിടാൻ സുരേഷ് ഗോപിക്കും അദ്ദേഹത്തിന് അണികൾക്കും പ്രാപ്തിയുണ്ട്, കഴിവുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് നേരെ ഉയർത്തിയ ഈ ആരോപണങ്ങളും വിമർശനങ്ങളും കേസും ഒക്കെ കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ പൊതുജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നേരിടുക തന്നെ ചെയ്യും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ ചുവടുവയ്പ് കേരളത്തിലുണ്ടാകും. കള്ളന്മാരും കൊലപാതകികളും കട്ടുമുടിക്കുന്നവരും വാഴുന്ന നാടായ കേരളത്തിൽ സത്യസന്ധനായ ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം രാഷ്ട്രീയത്തിൽ. അതിന് സുരേഷ് ഗോപിക്ക് മാത്രമേ സാധിക്കൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും.